നമ്മളപ്പോൾ ടാലിയിലുള്ള GST കോൺഫിഗറേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ഇൻട്രാ സ്റ്റേറ്റ് പെർച്ചേസും സെയിൽസും ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർ സ്റ്റേറ്റ് പെർച്ചേസും സെയിൽസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വന്തം സംസ്ഥാനത്തിന്റെ അകത്ത്, ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്ത്. ഓക്കെ, അതാണ് വ്യത്യാസം. ഇനി റിപ്പോർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്തത് GSTR1 ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്വേർഡ് സപ്ലൈസ് അല്ലെങ്കിൽ സെയിൽസ് ഇൻഫോർമേഷൻ ആണ് GSTR1 കാണുന്നത്. GSTR2 ഇൻവേർഡ് സപ്ലൈസ് അല്ലെങ്കിൽ പെർച്ചേസിന് ഇൻഫോർമേഷൻ. GSTR3B എന്ന് പറയുന്നത് എല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട്. പെർച്ചേസിന്റെ ഇൻഫോർമേഷൻ ഉണ്ടാവും, സെയിൽസിന്റെ ഇൻഫോർമേഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് നമുക്ക് ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ GST സെറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് GST സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ 3 ടൈപ്പ് ലൈബിലിറ്റി നമുക്ക് പേ ചെയ്യാനുണ്ട്. അത് നമ്മുടെ കമ്പനി ഒന്ന് എടുത്തു നോക്കാം, നിലവിലെ കമ്പനിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. കമ്പനിയുടെ പേര് എംബേഴ്സ് ടെക്നോളജി എന്നായിരുന്നു. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് 104. ഡേ ബുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 പെർച്ചേസും 2 സെയിൽസും, ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ GST3B എടുത്ത് നോക്കുമ്പോൾ അൺസേർട്ടൈൻ ഒന്നും കിടക്കാൻ പാടില്ല. കംപ്ലീറ്റ് സമ്മറൈസ്ഡ് റിപ്പോർട്ട്. നമ്മൾക്ക് മെയിലെ റിപ്പോർട്ട് എടുക്കുമ്പോൾ കംപ്ലീറ്റ് സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഇതിലപ്പോൾ നമ്മുടെ പർച്ചേസിന്റെ ഇൻഫോർമേഷനും സെയിൽസിന്റെ ഇൻഫോർമേഷനും ഉണ്ട്. ഇനി ഇവിടെ ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് 1,89 ആണ് ഇവിടെ കിടക്കുന്നത്. 1,89,000, 1,89,000 രൂപ. ഇനി അതിൽ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 99. അപ്പൊ തൽക്കാലം മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് നോക്കിയാൽ മതി. 1,89. പിന്നെ ഇതിന്റെ താഴെ വേറൊരു കാര്യം കിടപ്പുണ്ട്, 1,51,200. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ നോക്കാം. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ITC അവൈലബിൾ. അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് 1,89,000. ഓൾറെഡി നമ്മൾ അടച്ച ടാക്സ് 1,51,200. ഓക്കെ, അപ്പോ ഈ ഒരു മാസം നമ്മൾ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പോ 1,89,000 മൈനസ് 1,51,200, 37,800 എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പേ ചെയ്യേണ്ട ടാക്സ് എമൗണ്ട്. കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് ഓൾറെഡി അടച്ച ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം എന്നുള്ള എമൗണ്ട് കിട്ടും. ഇനി ഈ പേയ്മെന്റ് നടക്കുന്നത് ആ ഒരു സെറ്റ് ഓഫ് ഓർഡർ വെച്ചിട്ടാണ് പേയ്മെന്റ് നടക്കുന്നത്. അപ്പോ ഇതേ ഇൻഫോർമേഷൻ തന്നെ ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എടുത്ത് നോക്കുമ്പോൾ കണ്ടു 37,800 ബാക്കിയുണ്ട് എന്നായിരിക്കും സിസ്റ്റം പറയുന്നത്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു റിപ്പോർട്ടിൽ കണ്ട എമൗണ്ട് തന്നെ കാണും, 1,89,000, 1,51,200. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ആണ് 1,89 മൈനസ് 1,51,200. അപ്പോഴാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. അത് തന്നെയാണ് ഇവിടെ ബാലൻസ് ഷീറ്റിലും കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് ആ പറഞ്ഞ സെറ്റ് ഓഫ് ഓർഡർ ഫോളോ ചെയ്യേണ്ടത്. ഇതും
നിങ്ങൾക്ക് ഇന്നലെ അയച്ചു തന്ന ആ ഒരു എക്സസൈസിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത് GST സെറ്റ് ഓഫ് ആണ് ചെയ്യേണ്ടത്. അതായത് GST അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബാക്കി ഗവൺമെന്റിലേക്ക് കിടക്കണം. അതാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോയി. ബാലൻസ് ഷീറ്റിൽ 189, 151, 200 നമുക്ക് കിട്ടിയത് 189, 151, 200. ഓക്കെ, അപ്പൊ സ്ക്രീൻഷോട്ടിലുള്ളത് കിട്ടുന്ന എമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ടാക്സ് റേറ്റോ എന്തെങ്കിലുമൊക്കെ മാർക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ ഔട്ട്പുട്ട് IGST എന്ന് പറയുന്നത് 99,000 രൂപയാണ്. 99,000. ഇതാണ് ഔട്ട്പുട്ട് IGST. ഈ ഔട്ട്പുട്ട് IGSTനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. ഇനി ഇൻപുട്ട് CGST ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. ഇൻപുട്ട് SGST ഉണ്ടെങ്കിൽ അതും എടുത്ത് ഉപയോഗിക്കാം. ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ 99,000 ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് IGSTയിൽ എത്ര ഉണ്ട് നോക്കാം. 79,200 ഉണ്ട്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സൽ എടുത്ത് നോക്കാം. എക്സലായിരിക്കും കുറച്ചും കൂടി നല്ലത്. രൂപ ഔട്ട്പുട്ട് IGST ഉണ്ട്. ഈ ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിലുള്ളത് ഇൻപുട്ട് IGST എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ 79,200. ഓക്കെ, അതില് ബാലൻസ് എന്ന് പറയുന്നത് 99,000 79,000 പോയിട്ട് ബാക്കി 19,800 നമ്മൾ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് IGSTനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇൻപുട്ട് IGST ഉപയോഗിച്ചു. അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് ബാക്കി 19,800 ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യണം. പക്ഷെ നമ്മളുടെ കമ്പനിയിൽ വേറെ 2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് CGST ആയിരിക്കും. അതായത് പിന്നെ അടുത്ത യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ആദ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഇന്റഗ്രേറ്റഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ CGST എടുക്കുകയാണ്. അപ്പൊ 19,800 നമുക്ക് വേണ്ടത്. CGSTയിൽ എത്ര ഉണ്ട് നോക്കാം. ഓക്കെ, 36,000 ഉണ്ട്. ഇഷ്ടംപോലെ എമൗണ്ട് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മള് 19,800 തന്നെ ആയിരിക്കും എടുക്കുന്നത്. ബാലൻസ് അപ്പോ 0 ആയിട്ട് മാറും. അതായത് IGST നമുക്കപ്പോൾ പേ ചെയ്യേണ്ട വരില്ല. അങ്ങനെയാണ് ആ സെറ്റ് ഓഫ് പോകുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് IGST 99,000, അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം ഇൻപുട്ട് IGST ഉപയോഗിച്ചു, എന്നിട്ട് ഇൻപുട്ട് CGST യൂസ് ചെയ്തു. അപ്പോ ഈ രീതിയിലാണ് സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നത്. അതൊക്കെയാണ് മൈനസ് ചെയ്ത് പോവാം. അതായത് ഈ ബാധ്യതയിൽ നിന്ന് ഈ ഒരു IGST മൈനസ് ചെയ്യാം, പിന്നെ CGST ഇൻപുട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ടാലിയിലേക്ക് വരുമ്പോൾ ഇതൊരു ജേണൽ എൻട്രി ആയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ജേണൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് ടാലിയിൽ നമ്മൾ ജേണൽ വൗച്ചർ എന്നുള്ള വൗച്ചറിലാണ് വരുന്നത്. അതിൽ വന്നിട്ടാണ് ഈ പറഞ്ഞ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ഔട്ട്പുട്ട് IGST എന്ന് പറയുന്നത് ഒരു ബാധ്യത ആണ്, ലൈബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആയിരിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത് ജേണൽ എൻട്രിയിൽ? ലൈബിലിറ്റി, ബാധ്യത കുറയുമ്പോൾ എന്ത് തോന്നുന്നു കൈഫേ? ലൈബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ലൈബിലിറ്റി കുറയും. ഡെബിറ്റ് ആണോ? ഓക്കെ, ഡെബിറ്റ്. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രിയിൽ നമ്മൾ ഇത് എഴുതുമ്പോൾ, ഇപ്പൊ മുകളിൽ എഴുതിയ കാര്യം തന്നെ ജേണൽ എൻട്രിയിൽ എഴുതുമ്പോൾ
ഔട്ട്പുട്ട് IGST ഡെബിറ്റ് എത്രയാണ് കുറയുന്നതെന്ന് നോക്കുമ്പോൾ 99,000 കുറയുന്നു. 99,000. ഇനി ഇത് രണ്ടും നമുക്ക് അസറ്റ് ആയിരുന്നു, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെയാണ് ഇൻപുട്ട് ടാക്സസ് GST കരുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അസറ്റ് കുറയാണ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഔട്ട്പുട്ട് IGST എന്നുള്ള ബാധ്യത കുറയുന്നു. അത് കുറയുമ്പോൾ ടു ഇൻപുട്ട് ആദ്യം IGST വരും. 79,200. ടു ഇൻപുട്ട് CGST വരും 19,800. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 99,000. ഇതും 99,000. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. ഈ ജേണൽ എൻട്രി ആയിരിക്കും നമ്മൾക്ക് സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതായത് ഇത് ബാധ്യത കുറയുന്നു, കണ്ടത് ബാലൻസ് ഓഫ് 0 ആവും. ഇൻപുട്ട് IGST ഫുള്ള് ഉപയോഗിക്കുന്നു, അപ്പൊ അതിന്റെ ബാലൻസ് 0 ആവും. പിന്നെ ഇൻപുട്ട് CGST ടോട്ടൽ നമ്മളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 30 സംതിങ് ഉണ്ടായിരുന്നു. ബാക്കി ഈ ഒരു 19,800 പോയിട്ട് ബാക്കി അതിൽ കണ്ട 16,200 ബാക്കി കിടക്കും. അങ്ങനെയാണ് ആ ഒരു ജേണൽ എൻട്രി വരുന്നത്. ഇനി ജേണൽ എൻട്രി ചെയ്യാനായിട്ട് വൗച്ചറിൽ പോവാം. സാധാരണ മാസത്തിന്റെ അവസാനമാണ് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നത്. അപ്പോ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോ 31 മെയ് ആയി എന്ന് വിചാരിക്കാം. ജേണൽ വൗച്ചർ. ഇനി ഇവിടെ നിൽക്കുമ്പോൾ ഓൾട്ടും ജെയും പ്രസ് ചെയ്യാം. GST, അതായത് എന്ത് ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? GSTയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി GST. ഇനി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടാക്സ് ബാധ്യത നമ്മൾ കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ജേണൽ എൻട്രിയിൽ നോക്കാം, ടാക്സിന്റെ ബാധ്യത ഇവിടെ എന്താണ്? കുറയാണ്. ബാധ്യത കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ബാധ്യത കുറഞ്ഞതുകൊണ്ട് ഡിക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇനി നേച്ചർ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് എടുക്കുന്നത്. ഇൻപുട്ട് സർവീസ് അതേഴ്സ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇതന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതില് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇപ്പൊ ടാലിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. അതേഴ്സ്. ഓക്കെ, ആ സ്ക്രീൻഷോട്ടിലും അതേഴ്സ് തന്നെയാണ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക. നമ്മൾക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് IGST ആണ്. ഔട്ട്പുട്ട് IGST സെലക്ട് ചെയ്യുക. റേറ്റും ടാക്സിബിൾ വാല്യൂം ഇവിടെ ഇപ്പൊ സിസ്റ്റം ചോദിക്കും, പക്ഷെ നമുക്ക് പല റേറ്റിലുള്ള സാധനങ്ങൾ ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ടാക്സ് റേറ്റ് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് പോവാം. ഇനി 99,000 ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. 99. അതിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇൻപുട്ട് IGST ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷെ ടാലിയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഡയറക്റ്റ് ഈ പറഞ്ഞ ഇൻപുട്ട് IGST സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് 99,000 അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോ ഒന്നില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ചെയ്ത പോലെ എക്സെല്ലോ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ഒന്ന് മനസ്സിൽ കണക്കൂട്ട് എത്ര രൂപ ഇൻപുട്ട് ചെയ്യുന്ന എടുക്കണം. അതായത് ഇപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ ഇൻപുട്ട് IGST ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ, അതായത് ഈ 99,000 തന്നെ ഇവിടെ ഫില്ലായി പോകും. ഓക്കെ, ഇവിടെ എത്രയാണോ ടൈപ്പ് ചെയ്തത് അതന്നെ ഇവിടെ താഴത്തേക്ക് ഫില്ലായി പോകും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജേണൽ എൻട്രി തെറ്റും. കാരണം ഇൻപുട്ട് IGSTയിലേക്ക് പോകാനുള്ള ആകെ 79,200 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ടാലിയിൽ തന്നെ ഒരു ഹെൽപ്ഫുൾ ഫീച്ചർ ഉണ്ട്. അതാണ് കാൽക്കുലേറ്റർ. ഈ കാൽക്കുലേറ്ററിൽ ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്യാം. ഇൻപുട്ട് IGST എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ നമുക്ക് പറഞ്ഞു തരും അതിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലൊക്കെ പോയിട്ട് നോക്കി വെക്കാം നേരത്തെ തന്നെ. ഏറ്റവും എളുപ്പം ഇതാണ്. കാൽക്കുലേറ്ററിൽ പോവാം,
ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, അതിലെ ബാലൻസ് എത്രയാണ് സിസ്റ്റം പറഞ്ഞു തരും. അപ്പൊ അത്രയും ഉള്ള ബാലൻസേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 79,200 ഇവിടെയും 79,200 ടൈപ്പ് ചെയ്യാം. അപ്പൊ അതിലെ ബാലൻസ് ഇവിടെ 0 ആയി. നെക്സ്റ്റ് ഇൻപുട്ട് CGST. ഓക്കെ, അതിലെന്തായാലും ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോ ബാലൻസ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോ ബാലൻസ് 16,200 ആയി. ഇനി അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് CGST എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ സിസ്റ്റം പറയും അതിൽ 36,000 രൂപ ബാലൻസ് ഉണ്ട്. 36,000 രൂപയിൽ നിന്ന് 19,800 പോയിട്ട് ബാക്കി 16,200 ആയിരിക്കും അതില് ബാക്കിയുള്ളത്. ഈ ജേണൽ എൻട്രി തന്നെയായിരിക്കും സിസ്റ്റത്തിലും ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. നമ്മളിപ്പോ സെറ്റ് ഓഫ് ചെയ്തതാണ് IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്തു. അപ്പൊ ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 99,000 നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് പേ ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തത് പൈസ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടില്ല, ഓൾറെഡി ഉള്ള ഔട്ട്പുട്ടിനെ ഓൾറെഡി ഉള്ള ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, പൈസ ഗവൺമെന്റിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് IGST കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് CGST ആണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഈ ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇൻപുട്ട് IGST എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് CGST എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാം. അത് ബാക്കി എമൗണ്ട് പേ ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ സെറ്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതേപോലെ ഒന്നൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് CGST ഉണ്ട്, നമുക്ക് ഇൻപുട്ട് IGST, ഇൻപുട്ട് CGST ഈ മൂന്ന് കാര്യങ്ങളും എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നിലവിലെ അവസ്ഥ അറിയാനായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് നിലവിലെ അവസ്ഥ. ഔട്ട്പുട്ട് CGST 45,000 കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് CGST 45,000 കൊടുക്കാനുണ്ട്. ഇൻപുട്ട് IGST എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇൻപുട്ട് IGST ഇല്ല, ഫുള്ള് നേരത്തെ കഴിഞ്ഞ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അതായത് നേരത്തെ 99,000 വേണ്ടി 79,000 ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഫുള്ള് തീർന്നു. അപ്പൊ ഇൻപുട്ട് IGST ഒന്നുമില്ല. നെക്സ്റ്റ് ഇൻപുട്ട് CGST എത്രയുണ്ടെന്ന് നോക്കാം. ഇൻപുട്ട് CGST ഇവിടെ 16,200 ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് CGST 16,200. ഓക്കെ, അപ്പോ ഈ ഒരു 45,000 16,200 മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും, 28,800. ഓക്കെ, ഇതാണ് ബാലൻസ് പേയബിൾ ടു ഗവൺമെന്റ്. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലേക്കായിരിക്കും പോകുന്നത്, കാരണം ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ട് ആണ്. ആ എമൗണ്ട് പോകുന്നത് ഡയറക്റ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഔട്ട്പുട്ട് CGST ആണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാധ്യത കുറയുമ്പോൾ ബാധ്യത ഡെബിറ്റിൽ വരും. സോ ഔട്ട്പുട്ട് CGST 45,000 ടു ഇൻപുട്ട് IGST എത്രയാണെന്ന് വെച്ചാൽ 16,200 ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് 28,800. ഇങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരുന്നത്. അതായത് 45,000 ഗവൺമെന്റിലേക്ക് കൊടുക്കാനുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ അടച്ച 16,200 മൈനസ് ചെയ്ത് ബാക്കി 28,800 ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇതാണ് അതിന്റെ ട്രാൻസാക്ഷൻ. സോ ഈ ഒരു ജേണൽ എൻട്രി ആണ് ഇനിയിപ്പോ ടാലിയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ടാലിയിൽ ഇതിപ്പോ 2 പാർട്ടായിട്ടായിരിക്കും
റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ആദ്യം സെറ്റ് ഓഫ് ചെയ്യും, സ്ക്രീൻഷോട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. 45,000 CGST ഔട്ട്പുട്ട്. നമുക്ക് ഇൻപുട്ട് IGST ഉപയോഗിക്കായിരുന്നു, പക്ഷെ അതിൽ ഇൻപുട്ട് IGST ബാലൻസ് ഇല്ല. സോ നമ്മൾ ഇൻപുട്ട് CGST എമൗണ്ട് 16,200 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബാലൻസ് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ വായിച്ചു നോക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിരിക്കും. 16,200 നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന് ഉള്ളത്. ഔട്ട്പുട്ട് CGST ടു ഇൻപുട്ട് SGST CGST എന്നുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ഇവിടെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് CGST ടു ഇൻപുട്ട് CGST, ഈ ഒരു ജേണൽ എൻട്രി ആയിരിക്കും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 16,200 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ ആകെ ഉള്ളത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ജേണൽ ബോക്സിൽ നിൽക്കുമ്പോൾ Alt J പ്രസ് ചെയ്യുക. GST, ഡിക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി, അതേഴ്സ്, ഔട്ട്പുട്ട് CGST ആണ് ഇപ്പോൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. പതിനാറ് ഇരുന്നൂറാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ. ആകെ 45,000 ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ 16,200 ഇൻപുട്ട് ഉള്ളൂ. അപ്പൊ 16,200 കൊടുത്തു, ബാക്കി 28,800 ബാലൻസ് കിടപ്പുണ്ടാവും. പിന്നെ അത് ക്യാഷ് ആയിട്ട് കൊടുക്കും. ഇനി ഇത് ഇൻപുട്ട് CGST ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ബാങ്ക് ലെഡ്ജർ ഇപ്പൊ വെക്കൂല. ബാങ്ക് ലെഡ്ജർ ലാസ്റ്റ് പേയ്മെന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ജേണലില് അഡ്ജസ്റ്റ്മെന്റ് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ. ആ സ്ക്രീൻഷോട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും സേവ് ചെയ്ത്. ബാക്കി പേയ്മെന്റിന് പേയ്മെന്റ് ഓഫീസറിൽ പോവാം. പേയ്മെന്റ് ഓഫീസറിൽ നിൽക്കുമ്പോൾ കൺട്രോളും F-ഉം പ്രസ് ചെയ്യുക, ഈ പേറോളിലൊക്കെ ചെയ്ത പോലെ. ഓക്കെ, അതാണ്. ബാക്കി പേയ്മെന്റ് ഓഫീസറിലാണ് പേയ്മെന്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. പേയ്മെന്റ് ഓഫീസർ നിൽക്കുമ്പോൾ കൺട്രോളും F-ഉം പ്രസ് ചെയ്യുക. ഇനി GST പേയ്മെന്റ് ആണ് പേ ചെയ്യുന്നതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് ആണ് അല്ലെങ്കിൽ GST പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ടാക്സ് GST ആണ്. എന്ത് ടാക്സ് ആണ് പേ ചെയ്യുന്നത്? ടാക്സ് ആണ്. സോറി, ടൈപ്പ് ഓഫ് പേയ്മെന്റ് ടാക്സ് ആണ്. ടാക്സ് അതർ ദാൻ റിവേഴ്സ് ചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് വേറൊരു സ്പെഷ്യൽ കേസ് ആണ്. ഇതിപ്പോ സെയിൽസിലൂടെ കളക്ട് ചെയ്ത ടാക്സ്, അതാണ് ടാക്സ് അതർ ദാൻ റിവേഴ്സ് ചാർജ്. മെയ്യിലെ ടാക്സ് ആണ്. അപ്പോൾ ഡേറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒക്കെ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു ജേണൽ എൻട്രി ആണ്. അതായത് ഔട്ട്പുട്ട് CGST ടു ബാങ്ക്. ബാക്കി 28,800 ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് CGST സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് കൊടുക്കാനുള്ളത് കാണും. 28,800. ബാക്കി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് വഴി പേ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി പ്രൊവൈഡ് GST ഡീറ്റെയിൽ എസ് കൊടുക്കുക. പൈസ കൊടുത്തത് എങ്ങനെയാണ്, പിന്നെ എന്തെങ്കിലും ചലാൻ നമ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പേയ്മെന്റും ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു CGST പേ ചെയ്തിട്ടുണ്ട്. 28,800 ഗവൺമെന്റിലേക്ക് പേ ചെയ്തു. അതിന്റെ എൻട്രി റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് SGST ആയിരിക്കും. ഓക്കെ, SGST ആയിരിക്കും. SGST നമുക്കുള്ളത് എത്രയാണ് നോക്കാം. ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് SGSTയുടെ അവസ്ഥ. 45,000 ഔട്ട്പുട്ട് ഉണ്ട്, 36,000 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ 45,000 മൈനസ് 36,000 ബാക്കി നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഓക്കെ, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് 36,000 ആണ് നമുക്കുള്ളത്. വേറെ ഇൻപുട്ടും കാര്യങ്ങളൊന്നുമില്ല. IGSTയുടെ ഇൻപുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഔട്ട്പുട്ട് SGST ഔട്ട്പുട്ട് ഇൻപുട്ട് SGST വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നേരെ ജേണൽ ഓഫീസറിലേക്ക് വരാം. Alt J, ഡിക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി, അതേഴ്സ്. നമുക്ക് ഔട്ട്പുട്ട് SGST ആണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. 45,000 സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്. അതിന് നമ്മളുടെ കയ്യിൽ ഇൻപുട്ട് SGST എത്രയുണ്ടെന്ന് നോക്കാം. 36,000 ഉള്ളൂ. അപ്പോൾ 36,000 ഇവിടെ യൂസ് ചെയ്യാം. ക്രെഡിറ്റില്
ഇൻപുട്ട് SGST യൂസ് ചെയ്യാം. അപ്പോൾ അതിലെ ബാലൻസ് 0 ആയിട്ട് വന്നു. അപ്പോഴും ഈ ഔട്ട്പുട്ട് SGSTയിൽ ഒരു 9,000 രൂപ ബാക്കി കിടപ്പുണ്ട്. അത് നമ്മൾ പേയ്മെന്റിൽ പോയിട്ട് കൺട്രോൾ F പ്രസ് ചെയ്തിട്ട് പേ ചെയ്യാം. ഔട്ട്പുട്ട് SGST നോക്കുമ്പോൾ 9,000 ക്യാഷ്. ഓക്കെ, അപ്പോൾ ഫുൾ എമൗണ്ട് പേ ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് ഒന്ന് ഈ ഒരു മൊമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ക്ലിയർ ആയിട്ടുണ്ടാവും. 0 ബാലൻസ് ആയിരിക്കും. അതായത് ടാക്സ് കംപ്ലീറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബാധ്യതകളൊന്നുമില്ല, ടാക്സ് ബാധ്യത ഒന്നുമില്ല എന്നുള്ള രീതിയിലായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാവുന്നത്. ഇനി ഇതുവരെ നമ്മൾ പേ ചെയ്തിട്ടുള്ള 2 പേയ്മെന്റ് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ഒരു പേയ്മെന്റ് ഉണ്ട്. ആദ്യത്തെ പേയ്മെന്റ് 28,800. അപ്പൊ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. നേരത്തെ നമ്മൾ ഇവിടെ കണക്ക് കൂട്ടിയത് 1,89 1,51,200. അതായത് ഇതായിരുന്നു ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്. 37,200 ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതില് CGST ആയിട്ട് 28,800 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 37,800 മൈനസ് 28,800 ചെയ്യുമ്പോൾ 9,000 രൂപ ബാക്കിയുണ്ട്. ആ 9,000 രൂപ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. 9. ഓക്കെ, അപ്പോൾ മൈനസ് 9,000 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നടത്തുന്ന കാൽക്കുലേഷൻ തന്നെ ആയിരിക്കും നമ്മൾ അവസാനം ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പേ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കാൽക്കുലേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് മാത്സിന്റെ ഒരു കളിയാണ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നിങ്ങൾക്കിപ്പോ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റ് എഴുതി തന്നിട്ടുണ്ട് എത്രയായിരിക്കും എമൗണ്ട് വരുന്നത്. അതായത് ഇവിടെ ഔട്ട്പുട്ട് എത്ര വരും, ഇൻപുട്ട് എത്ര വരും, ഈ സിറ്റുവേഷനിൽ നിന്ന് എത്രയാണ് എമൗണ്ട് വരുന്നത് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചൊന്ന് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ലോജിക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇനി ഗവൺമെന്റ് ഈ സെറ്റ് ഓഫ് ഓർഡർ മാറ്റിയിട്ട്, അതായത് ഇപ്പോ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഓർഡർ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇടണം. ഇൻപുട്ട് CGST ആദ്യം യൂസ് ചെയ്യണം, പിന്നെ ഇൻപുട്ട് IGST ആദ്യം യൂസ് ചെയ്യണം. അങ്ങനെ ഓർഡർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓർഡർ ഒന്ന് മനസ്സിലാക്കി പോകും. അതായത് ഇങ്ങനെ ഉള്ള ജേണൽ എൻട്രീസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ഇങ്ങനെയുള്ള ഒരു കണക്കിന്റെ കളി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് വെച്ചിട്ടൊന്നും നോക്കിയിട്ട് ചെയ്യാം. ഒന്ന് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് മനസ്സിലായില്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. അപ്പോഴായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ശരിയാവും. പിന്നെ റിപ്പോർട്ട് ലാസ്റ്റ് ലെഡ്ജർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് 0 ആയിരിക്കും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അതോടെ തീരും. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഗ്രൂപ്പ് എടുത്ത് നോക്കാം. അതിന്റെ ബാലൻസ് 0 ആയിരിക്കും. 0 അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് എന്തെങ്കിലും ഒരു എൻട്രി സേവ് ആവാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം. ഇതുവരെ നാളെ 11 ഗ്രൂപ്പിലോട്ട്